ഗവൺമെൻറ് ITI മലമ്പയുടെ ഒഫീഷ്യൽ ചാനൽ വഴി ഫസ്റ്റ് ഇയർ സർവേയർ ട്രേഡിലുള്ള ട്രെയിനികൾക്കായി തിയോഡലൈറ്റ് സർവേയിങ് പാർട്ട് 3 എന്ന ഈ ഭാഗത്ത് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പാർട്ട് 2-വിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കുകയുണ്ടായി. ഈ ഭാഗത്ത് പാർട്ട് 3 എന്ന് പറയുന്ന ഈ വീഡിയോയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റും എന്താണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഏവർക്കും തിയോഡലൈറ്റ് സർവേയിങ് പാർട്ട് 3 എന്ന് പറയുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തിലെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റാണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകം നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നും അവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കുകയുണ്ടായി. ഈ തിയോഡലൈറ്റ് സർവേയിങ് പാർട്ട് 3 എന്ന് പറയുന്ന ഈ വീഡിയോയിൽ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, അവയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പാർട്ട് 3 എന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. These adjustments are made to establish the relationship between the fundamental lines of the theodolite. These adjustments are done at the time of manufacturing, periodical maintenance, repairs, etc. Because the permanent adjustment done in once, it lasts for long time. നമ്മൾ ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളതും ഗുണനിലവാരമുള്ളതും എല്ലാം കൊണ്ടും കൃത്യതയുമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ചില ക്രൈറ്റീരിയകൾ നോക്കിയാണ് അതിൻ്റെ ഗുണനിലവാരവും കൃത്യതയും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നതാണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലെ ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ഇതിനകം മനസ്സിലായി. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ ഒരു ഡാമേജ് വന്ന് അതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ചില അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുകയുണ്ടായി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ്. ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറയുന്ന ലൈനുകൾ ഇമാജിനറി ലൈൻസ് ആണ്. ഇവ തിയോഡലൈറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ആക്സിസുകളും അവയുടെ പ്രധാന ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള ഇമാജിനറി ലൈനുകളാണ് ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറയുന്നത്. അവയെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന രീതിയിലാണ്. ഒന്നാമത്തേത് ദ വെർട്ടിക്കൽ ആക്സിസ്, ദ ആക്സിസ് ഓഫ് ദ പ്ലേറ്റ് ലെവൽസ്, ദ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, the line of collimation, the horizontal axis, the axis of the altitude bubble. എന്തൊക്കെയാണ് വെർട്ടിക്കൽ ആക്സിസ്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽസ്, ലൈൻ ഓഫ് കൊളിമേഷൻ, ഹൊറിസോണ്ടൽ ആക്സിസ്, ആക്സിസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്നിവയെല്ലാം എന്താണെന്ന് നമ്മൾ നോക്കുകയുണ്ടായി. ഇൻ ജനറലായിട്ട് പറയുമ്പോൾ വെർട്ടിക്കലി ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിലൂടെ കടന്നുപോയി ഹൊറിസോണ്ടൽ ആക്സിസിനെ
കട്ട് ചെയ്തുകൊണ്ട് പ്ലംബോബ് ലൈനിലൂടെ പാസ് ചെയ്ത് ഭൂമിയുടെ സെൻറ്ററിലേക്ക് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ മുകളിലായി കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബബിൾ ട്യൂബിൻ്റെ മുകളിലൂടെ ടാൻജൻഷ്യലായിട്ട് കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് ആക്സിസ് ഓഫ് ദ പ്ലേറ്റ് ലെവൽ എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഇമാജിനറി ലൈനാണ്. ഐ പീസിൻ്റെ സെൻറ്ററിലൂടെ കടന്നുപോയി ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ദ ലൈൻ ഓഫ് കോളിമേഷൻ ഐ പീസിലോട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്രോസ് എയറിൻ്റെ സെൻറ്ററിലൂടെ കടന്നുപോയി ഒപ്റ്റിക്കൽ സെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ്സിലൂടെ കടന്നുപോയി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പ്ലേറ്റ് ലെവലിന് പാരലായിരിക്കും, അത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആക്സിസിനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. അടുത്തതായി ദ ആക്സിസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ, വെർട്ടിക്കൽ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബബിൾ ട്യൂബിൻ്റെ മുകളിലൂടെ ടാൻജൻഷ്യലായിട്ട് കടന്നു പോകുന്ന ഒരു ആക്സിസിനാണ് ദ ആക്സിസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 6 ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള ബന്ധമാണ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിലൂടെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 5 ടൈപ്പിലുള്ള റിലേഷൻഷിപ്സ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽസ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ദ ആക്സിസ് ഓഫ് ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവൽസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലെവലിൻ്റെ കൂടെ കടന്നു പോകുന്ന ആക്സിസ് വെർട്ടിക്കൽ ആക്സിസുമായി 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ വെർട്ടിക്കൽ ആക്സിസും പ്ലേറ്റ് ലെവൽ ആക്സിസും തമ്മിൽ 90 ഡിഗ്രിയാണ് അവ തമ്മിലുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പ്ലേറ്റ് ലെവൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും ഇവിടെ പാരലായിട്ട് ആണ് കാണപ്പെടുക. ഇതാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിലെ രണ്ടാമത്തേതാണ് കോളിമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ദ ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് കോയിൻസൈഡ് വിത്ത് ദ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് ആൻഡ് ആക്സിസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് സ്ലൈഡ് ആൻഡ് ഷുഡ് ബി റൈറ്റ് ആംഗിൾ ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇവിടെ എന്താണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയണം. ഐ പീസിൻ്റെ സെൻറ്ററിലൂടെ കടന്നുപോയി ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ വരെ എത്തുന്ന ഒരു ആക്സിസ് ആണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേര് ലൈൻ ഓഫ് സൈറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞു. ഇനി ഈ ലൈൻ ഓഫ് സൈറ്റ് ഈ ഒബ്ജക്റ്റീവിൻ്റെ സെൻറ്ററിൽ നിന്നും എഗെയിൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, ഒബ്ജക്റ്റ് വരെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ പേരൊന്ന് മാറ്റി ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ആക്സിസുകളും ഒരേ ബിന്ദുവിലൂടെയാണ് അല്ലെങ്കിൽ ഒരേ ലൈനിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ഇറ്റ് കോയിൻസൈഡ് ഇൻ എ സെയിം വേ. ഇതാണ് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ടെലസ്കോപ്പ് ആക്സിസും
ആക്സിസ് ഓഫ് ഹൊറിസോണ്ടലും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിൽ ഒരു റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പും ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിലുണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൊളിമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ മൂന്നാമതായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഹൊറിസോണ്ടൽ ആക്സിസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ റിലേഷൻഷിപ്പ് പറയുന്നത് ദ ഹൊറിസോണ്ടൽ ആക്സിസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണെന്ന്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്വിങ്ങിങ് പൊസിഷനിൽ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് സ്വിങ് ചെയ്യുന്നത്. 360 ഡിഗ്രി സ്വിങ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് തിയോഡലൈറ്റ് എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയതാണ്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കറങ്ങുന്നതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ചെയ്യുന്ന ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞു. എന്നാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ ആക്സിസിലൂടെ കറങ്ങുന്നതിനെയാണ് നമ്മൾ സ്വിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിരിക്കും എന്ന് പറയുന്നത്. ഈ ആക്സിസ് എല്ലായ്പ്പോഴും വെർട്ടിക്കൽ ആക്സിസുമായി 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത്. സോ ദ ഹൊറിസോണ്ടൽ ആക്സിസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്, എങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല ഹൊറിസോണ്ടൽ ആക്സിസും പ്ലേറ്റ് ബബിൾ ആക്സിസും പാരലായിരിക്കും. അവ രണ്ടും വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലറും ആയിരിക്കും. അടുത്തതായി പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലെ നാലാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ടെലസ്കോപ്പ് ലെവൽ ഓർ ആൾട്ടിറ്റ്യൂഡ് ലെവൽ എന്ന് പറയുന്ന ഭാഗമാണ്. അത് പറയുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്: ദ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് ലെവൽ ഓർ ആൾട്ടിറ്റ്യൂഡ് ലെവൽ മസ്റ്റ് ബി പാരലൽ ടു ദ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആൾട്ടിറ്റ്യൂഡ് ലെവൽ എന്താണെന്നുള്ളത്. ആൾട്ടിറ്റ്യൂഡ് എന്ന ലെവൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർക്കിളിൽ ടെലസ്കോപ്പ് പോലെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ആൾട്ടിറ്റ്യൂഡ് ലെവൽ എന്ന് പറയുന്നത്. അതൊരു ലെവൽ ട്യൂബാണ്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ബബിളിൻ്റെ ടോപ്പിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ ടാൻജൻഷ്യലായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഒരു ടാൻജൻഷ്യലായിട്ട് മീറ്റ് ചെയ്ത് പോകുന്ന ഒരു ടാൻജൻഷ്യൽ ലൈനാണ് ആക്സിസ് ഓഫ് ദ ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. അത് ലൈൻ ഓഫ് കോളിമേഷൻ എല്ലായ്പ്പോഴും പാരലായിരിക്കും. അത് പാരലാണെങ്കിൽ മാത്രമേ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കുകയുള്ളൂ, ഇൻസ്ട്രുമെൻ്റ് പ്രോപ്പർ ആയിരിക്കുകയുള്ളൂ. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിലെ അവസാനത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വെർട്ടിക്കൽ സർക്കിൾ ഇൻഡെക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ റിലേഷൻ പറയുന്ന ഇതാണ്: ദ വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ മസ്റ്റ് റീഡ് 0 വെൻ ദ ലൈൻ ഓഫ് കോളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ. നമുക്കറിയാം വെർട്ടിക്കൽ സർക്കിളിൽ 360 ഡിഗ്രി വരെയാണ് ഉണ്ടാവുക. 360 ഡിഗ്രിയെ നമ്മൾ 4 ക്വാഡ്രൻറ്റുകളാക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. 0 മുതൽ 90 ഡിഗ്രി വരെയുള്ള 4 ക്വാഡ്രൻറ്റുകളായിട്ടാണ് ഈ 360 ഡിഗ്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സി ഡി എന്നീ പറയുന്ന 2 വെർനിയറുകളാണ് ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ ഇതിനകം നോക്കിക്കഴിഞ്ഞതാണ്. ഈ സി ഡി എന്ന് പറയുന്ന വെർനിയറുകൾ യഥാക്രമം 0 0 എന്ന് പറഞ്ഞ് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോളിമേഷൻ, ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ വെർനിയർ എല്ലായ്പ്പോഴും 0 എന്നുള്ള ലൈനിലേക്കായിരിക്കും കോയിൻസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അവ മുകളിലേക്ക് എലിവേറ്റഡ് ആംഗിളിലേക്ക് 90 ഡിഗ്രിയും ഡിപ്രഷൻ ആംഗിളിലേക്ക് അല്ലെങ്കിൽ ഡിക്ലൈൻഡ് മോഡിലേക്ക് 90 ഡിഗ്രി ആയിരിക്കും അതിൽ ഗ്രാജുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. മുകളിലോട്ട് 0യിൽ നിന്ന് മുകളിലോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയെയും അത് സിയിൽ ഡിയിൽ വരുന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയും ആയിരിക്കും അതിൽ മെഷർ ചെയ്തിട്ടുണ്ടാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതാണ് വെർട്ടിക്കൽ സർക്കിൾ ഇൻഡെക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലെ അവസാനത്തെയും അഞ്ചാമത്തെയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഈ 5 റിലേഷൻഷിപ്സ് ആണ് ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്. ഇവയെ ചേർത്തിയിട്ടാണ് നമ്മൾ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ വരുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റും പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ടുള്ള ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്.